ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലൈവ് കൊഞ്ചിട്ട് മീനിനെ പിടിക്കുന്ന ഒരു കണ്ടന്റാണ് ആഡ് ചെയ്യുന്നത്. സംഭവം നമ്മൾ ഉള്ളിലോട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ ഇടാറില്ല. കാരണം എന്ന് വെച്ചാൽ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയകളാണ്. അതുകൊണ്ട് നമ്മളവിടെ വീഡിയോ എടുക്കാനോ അതിനെ പ്രചരിപ്പിക്കാനോ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ സൈഡിൽ നിന്നിട്ട് ഇന്ന് നമുക്ക് ഏരി, ചെമ്പല്ലി അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളെ പിടിക്കുന്ന വീഡിയോ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ലൈവ് കൊഞ്ച് നമ്മൾ കൊരുത്തടിച്ചുകൊണ്ട് നമ്മൾ ഇട്ടു. അത് നമ്മൾ അടുത്തോട്ട് പോവുകയാണ്. നമ്മൾ ഇനി അതിനകത്തോട്ട് ഇറങ്ങി താഴെ നിന്ന് എറിഞ്ഞിട്ട് മുകളിലേക്ക് കയറണം. നമ്മൾ ലൈവ് കൊഞ്ച് കൊരുത്ത് അതിൽ കാസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് ഡ്രാഗ് ടൈറ്റ് ചെയ്യുന്ന ലൂസ് ചെയ്യുന്ന എല്ലാം നോക്കണം. ശകലം ഡ്രാഗ് ലൂസാക്കി ഇട്ടേക്കുക. കാരണം മീൻ പിടിക്കുമ്പോഴത്തേക്ക് ഫൈറ്റ് എടുക്കും. അതുകൊണ്ട് ആ ഒരു ഡ്രാഗ് ലൂസാക്കി ഇട്ടേക്കുക. എടുത്താൽ നമ്മൾ കാസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. കാസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ഇനി മേളിലോട്ട് കയറി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ചെറിയൊരു പൊത്ത് കിട്ടി. നമ്മളങ്ങനെ ഒരു ഹൂക്കപ്പ് കൊടുത്തിട്ടുണ്ട്. ഹൂക്കപ്പ് കൊടുത്ത് മുകളിൽ നിന്ന് എടുത്ത് കൊണ്ട് കയറ്റി വരികയാണ്. സംഭവം വേറൊന്നുമല്ല, ഒരു ചെറിയ ഏരിയയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കങ്ങനെ ഇന്നത് തന്നെ കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്ത് കിട്ടിയാലും സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിനെ എടുത്ത് നമുക്ക് ഇനി സഞ്ചിയിലോട്ടാക്കണം. ഇവിടെ വെച്ച് മീൻ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സഞ്ചിക്കകത്തിട്ട് മീനിനെ എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ സംഭവം മീൻ കല്ലിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ കണ്ട എലികൾ തിന്നുകൊണ്ട് പോകും. അങ്ങനെ ഒരു റിസ്ക് പരിപാടി കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതിനെ എടുത്തോണ്ട് സഞ്ചിയിലോട്ടാക്കിയിട്ട് അടുത്ത നമുക്ക് കൊരുത്തിടണം. ഇനി ഒട്ടും ടൈം കളയാല്ല. അടുത്ത കൊഞ്ചിനെ നമ്മളെടുത്തു. കൊഞ്ച് നമ്മളിതൊക്കെ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. കൊഞ്ചിനെ എടുത്തു. നമ്മളതിനെ എടുത്ത് ബാലിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ കൊരുത്ത് എറിയുന്നുണ്ട്. എറിഞ്ഞിട്ടിരുന്നിട്ട് നോക്കണം. സംഭവം ചെറിയ വലകളും വലിയ വലിയ കഷ്ണങ്ങളൊക്കെ വന്ന് ഉടയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂണ്ട പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മൾ അടുത്ത കാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അടുത്ത കാസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു. സംഭവം എന്താണെന്ന് അറിയത്തില്ല. ഈ ഏരിയയിൽ വരുന്ന കൂട്ടത്തോടെയാണ്. ആ ഏരിയ തന്നെയാണ് വീണ്ടും കിട്ടിയേക്കുന്നത്. അത് കൂട്ടത്തോടെയാണ് വരുന്നത്. എന്തായാലും രണ്ടെണ്ണമായി മതി. ചില സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ദിവസം നമ്മൾ ഫുൾ ഡേ ഇരുന്നിട്ട് പോലും നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ലക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ക് കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇത് ഡബിൾ ചൂണ്ടയാണ് ഇട്ടേക്കുന്നത്. കാരണം വെച്ചാൽ ഒരു കൊത്തുകൊത്തി ഇളയിപ്പ് വരിക്കാനായിട്ട് ഡബിൾ ചൂണ്ടയാണ് കൊടുത്ത് കിട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഏരി നമ്മളിങ്ങനെ അക്കൗണ്ടിലോട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ സഞ്ചിയിലോട്ട് എടുത്തിട്ടിച്ച് നമുക്കിനി അടുത്ത കൊരുത്തിട്ട് നോക്കാം. നമ്മൾ വിചാരിക്കുന്ന ആളിനെ ഇതേവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ചെമ്പല്ലിയാണ്. ചെമ്പല്ലിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളങ്ങനെ അടുത്ത കൊരുത്ത് കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഹാർബറിൻ്റെ ലൈറ്റ് വർക്ക് എല്ലാം പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് അവിടെ ഫുള്ള് വെട്ടമാണ്. മീൻ തങ്ങാൻ വലിയ ചാൻസ് കുറവാണ്. എന്തായാലും നമ്മൾ എറിഞ്ഞു കൊടുത്തു. നമ്മൾ പ്രതീക്ഷിച്ച ആളിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്ട്രൈക്ക് എടുക്കുന്നുണ്ട്. ഹെവി സ്ട്രൈക്ക് എടുക്കുന്നുണ്ട്. ആളിനെ താഴോട്ട് പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. കിട്ടിയിട്ടുണ്ട്. കൊണ്ട് കയറ്റി കാണിച്ചു തരാം. ഒരു ചെറിയൊരു ചെമ്പല്ലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹാപ്പിയായി. നമ്മുടെ ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് ചെമ്പല്ലിയാണിത്. നമ്മുടെ ലൈവ് കൊഞ്ചിനെ ഫസ്റ്റ് ചെമ്പല്ലിയാണ് നമ്മൾ ആദ്യമായിട്ട് അടിക്കുന്നത്. നമ്മൾ ഷാഡിനൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോ എടുക്കുന്നതുമില്ല ഇടുന്നതുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ റിസ്ക് പ്ലേസുകളൊന്നും നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറില്ല, ആഡ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ നമ്മൾ എടുക്കുന്ന വീഡിയോ കണ്ട് ആരെങ്കിലും അതുപോലെ പോയി ചൂണ്ടയിടുകയോ എന്തെങ്കിലും ഒരു ചെറിയ ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്കും വിഷമമാണ്, അവർക്കും വിഷമമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വീഡിയോസൊന്നും ആഡ് ചെയ്യാറില്ല. പിന്നെ അടുത്ത നമ്മൾ അവിടെ നിന്ന് സ്പോട്ട് മാറിയിട്ടുണ്ട്. ഇറക്കം ടൈം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്പോട്ട് മാറി അടുത്ത സ്പോട്ടിലോട്ടാണ് വന്നേക്കുന്നത്. അടുത്ത സ്പോട്ടിൽ വന്നിട്ട് നമ്മൾ സ്റ്റിക്കും റീലും എല്ലാം ഒരു സൈഡിലോട്ട് വെച്ചിട്ട് അടുത്ത എറിച്ചൂണ്ട എടുത്തിട്ടുണ്ട്. ഏറ് ചൂണ്ട എടുത്ത് നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് നമ്മൾ ചാളയാണ് ഇടുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊഞ്ചിടുന്നു. അത്ര വ്യത്യാസമില്ല. നമ്മൾ പഴയ സ്പോട്ട് തന്നെയാണ്. സംഭവം ഇവിടെ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ ഗുണമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമൂർ കിട്ടും. ഹമൂർ ഇപ്പം നമുക്ക് കിട്ടാൻ ചാൻസ് കുറവുള്ള മീൻ അതാണ്. ഹമൂർ കിട്ടും. ഇവിടെ ഹമൂറിന് ചാൻസ് കൂടുതലാണ്. അങ്ങനെ ആ സൈറ്റിൽ വന്ന് നമ്മൾ നൈറ്റ് ചൂണ്ട എറിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ബെല്ല് സെറ്റ് ചെയ്യണം. ആ ഒരു കമ്പിൽ കങ്കൂസ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ബെല്ല് സെറ്റ് ചെയ്യണം. ബെല്ല് സെറ്റ് ചെയ്ത് അതിൻ്റെ മുട്ടിൽ പോസ്റ്റ് കണക്ക് ഇരിക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അതായത് ഇങ്ങനെയാണ് നമ്മൾ ബെല്ല് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ചെറിയ കൊത്തുണ്ടെങ്കിൽ പോലും അറിയാൻ പറ്റും. വലിയ കൊഞ്ചായതുകൊണ്ട് മണി ചെറുതായിട്ട് കിളുങ്ങും. ഈ കൊത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പങ്ങ് വലിച്ചുകൊണ്ട് പോകും. ബെല്ലും അതൊന്ന് ഊരി വരാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ സീസണിലെ ഫസ്റ്റ് ഹമൂറാണ്. അതായത് കലക്കവെള്ളം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഫസ്റ്റ് ഹമൂറാണ്. അത്യാവശ്യം ചെറിയ ഒരു 1/2 കിലോ വരും. ആ സൈസിനകത്തുള്ള ഇതേ ഉള്ളൂ. അത്രയും ചെറിയ ഹമൂറാണ്. അതിനെ കളയാൻ തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നതല്ലേ. അപ്പോൾ സീസണിൽ ഫസ്റ്റ് കിട്ടുന്നില്ല. കയറി എടുത്തുകൊണ്ട് വരാനൊക്കെ പാടായിരുന്നു. കാരണം വെച്ചാൽ കല്ലിൻ്റെ ഇടയിൽ കയറി കുരുങ്ങി കളഞ്ഞു. നമ്മൾ ഇറങ്ങിയാണ് എടുത്തത്. അതൊന്നും വീഡിയോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ഒരു 1/2 കിലോ വരും. അതുകൊണ്ട് തന്നെ നമ്മളതിനെ കളയാനും ഉദ്ദേശിക്കുന്നില്ല. അതിന് നമ്മളിങ്ങനെ വെച്ചേക്കാണ്. അതിനെ എടുത്ത് സഞ്ചിയിലിടിച്ച് നമുക്ക് അടുത്ത് കൊരുത്തിടണമെന്ന് വെച്ചാൽ ലൈവ് ബീറ്റ് മാറ്റിയിട്ട് നമ്മളതിൽ കൊഞ്ച് മാറ്റിയിട്ട് കഴിഞ്ഞിട്ട് ചാളയാണ് കൊരുത്തിടുന്നത്. ഒരു ഫുൾ ചാള നമ്മൾ കൊരുത്തിടുന്നുണ്ട്. ചാള ജസ്റ്റ് അതിൻ്റെ കണ്ണി കൂടെ കൊരുത്തെടുത്തിട്ട് വാലിൻ്റെ അറ്റത്തുകൊണ്ട് കൊരുത്ത് അങ്ങനെ അങ്ങ് വെച്ച് എടുത്ത് എറിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. എറിഞ്ഞ് ഇട്ടിച്ച് നോക്കാം നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് നോക്കാം. ഇട്ട് നമ്മൾ ഡ്രാഗ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. കൊണ്ടുപോകുന്നുണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ സെയിം പ്ലേസിൽ തന്നെയാണ് എറിഞ്ഞിടുന്നത്. എറിഞ്ഞടിച്ച് ബെല്ല് സെറ്റ് ചെയ്ത് ഡ്രാഗും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് പിന്നെ വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ് ആണ്. പക്ഷേ ഏറ്റവും ഇറക്കം നോക്കിയാണ് അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് മീൻ പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത മീൻ പിടുത്തമായിരിക്കും. നമുക്ക് അടിച്ചിട്ടുണ്ട്.
ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ നമുക്ക് അടിച്ചിട്ടുണ്ട്. അടുത്ത അടിച്ചിരിക്കുന്നത് ഒരു ഹമൂർ തന്നെയാണ്. അത്യാവശ്യം എന്തായാലും 1 kg എബോവ് വരും. നമുക്ക് അത്യാവശ്യം സൈസുള്ള ഹമൂർ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അത് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന ഹമൂർ. മറ്റേതിനെക്കാട്ടി കുറച്ചുകൂടെ സൈസുള്ളതാണ്. മറ്റെന്തായാലും ഒരു 1/2 kg എന്തായാലും ഉറപ്പായിട്ടും വരും. ഇത് എന്തായാലും 1 കിലോയ്ക്ക് മുകളിൽ വരും. നമ്മൾ അതിനെയും പിടിച്ചിട്ടിച്ച് അടുത്ത നമ്മൾ എറിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 2 ചൂണ്ട നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇനി എങ്ങനെയും കയറ്റിയെടുക്കണം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചെമ്പല്ലി തന്നെയാണ്. അങ്ങനെ രണ്ടാമത്തെ ചെമ്പല്ലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ചാളയ്ക്ക് തന്നെയാണ് അടിച്ച് പിടിച്ചിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ ചെമ്പല്ലിയുടെ കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് 2 ചെമ്പല്ലിയും 2 ഹമൂറും ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫിഷിങ് ഏകദേശം ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ നേരം വെളുക്കാറായിട്ടുണ്ട്. നമ്മളതിൽ ബൈറ്റും തീർന്നിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഉണ്ടായിരുന്ന ഒരു ബൈറ്റിലാണ് ഈ ചാളയിൽ ചെമ്പല്ലി അടിച്ചിരിക്കുന്നത്. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ ഗേസ്, സീ യു.